ന്യൂയോർക്കിൽ വചനപഠനവും ബ്രദർ ശുശ്രൂഷയും തോമസ് കുട്ടി ബ്രദർ ശുശ്രൂഷിക്കുന്നു. 2015 നവംബർ 28 ശനി രാവിലെ 10 വൈകിട്ട് 6 നവംബർ 29 ഞായർ രാവിലെ 10 കേരള സെന്റർ 1824 ഫെയർഫാക്സ് സ്ട്രീറ്റ്, എൽമ. യേശുവിൻ സ്വന്തമായി തീർന്നു ഞാൻ. എന്നെന്നും കവിഞ്ഞൊഴുകുമി അനുഗ്രഹം, നിറഞ്ഞൊഴുകുമി അനുഗ്രഹം. കവിഞ്ഞൊഴുന്ന അനുഗ്രഹത്തിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. പുനലൂരിൽ നടന്ന TV പ്രേക്ഷക മീറ്റിങ്ങിലെ സന്ദേശം നമുക്ക് കേൾക്കാം. ഉണ്ട് നമുക്കൊരു നല്ലിടയൻ. അതെ, യേശു കർത്താവ് പുരുഷാരത്തെ കണ്ടപ്പോൾ മനസ്സലിയുക മാത്രമല്ല, അവരെ ഇടയനില്ലാത്ത ആടുകളെപ്പോലെ കണ്ടു. ഈ പശുക്കളൊക്കെ വേണേൽ വെറുതെ അഴിച്ചുവിടാം, എന്നാൽ ആടുകളുടെ പ്രത്യേകത അതിനൊരു ഇടയനുണ്ടായേ പറ്റും. മനുഷ്യരായ നമ്മൾ അങ്ങനെയാണ്, ആടുകളാണ്, തെറ്റിപ്പോകുന്ന സ്വഭാവമുള്ളവർ. നമുക്കൊരു ഇടയൻ വേണം. പത്രോസ് പറയുമ്പോൾ ആത്മാക്കളുടെ ഇടയനും അധ്യക്ഷനുമായവങ്കിലേക്ക് നമ്മൾ മടങ്ങി വന്നിരിക്കുന്നു. അല്ലെങ്കിൽ നമുക്ക് തോന്നിയ പോലെ നമ്മൾ പോകും. നമ്മുടെ മനസ്സിൽ തോന്നും. നമ്മുടെ മനസ്സിൽ തോന്നുന്നതെല്ലാം ശരിയല്ല, നമ്മളുടെ ജഡത്തിൽ തോന്നുന്നതെല്ലാം ശരിയല്ല, മനുഷ്യർ പറയുന്ന അഭിപ്രായമെല്ലാം ശരിയല്ല. യേശു പറഞ്ഞു, എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു. നമ്മൾ ആ സന്ദേശത്തിലേക്ക് പോകുന്നത്, എത്ര നശിച്ച് ആ തകർന്ന ഒരു വ്യക്തിയെയും കർത്താവ് കാണുന്നത് ഒരു ആ കൂട്ടം തെറ്റി കുഴിയിൽ വീണ മുള്ളുകൾക്കിടയിലൊക്കെ കുടുങ്ങിയ കർത്താവ് തന്നെ പറയുന്നുണ്ടല്ലോ, ഒരു മനുഷ്യന് 100 ആടുണ്ടായിരുന്നു, അതിലൊന്ന് വഴിതെറ്റിപ്പോയി കുഴിയിൽ വീണെന്ന് പറഞ്ഞാൽ അത് കുരുങ്ങിപ്പോയി. അവിടെ ആ ഇടയൻ ചെന്നതിനെ തോളിലേറ്റിക്കൊണ്ട് വരുന്നതാണ്, തോളിലേറ്റും. അപ്പം വാസ്തവത്തിൽ നമ്മളൊക്കെ ഒരു വ്യക്തി തകർന്നാൽ, കുഴപ്പം കാണിച്ചാൽ, പാപം ചെയ്താൽ, പിന്നെ അവൻ്റെ തലയിലോട്ട് എല്ലാവരും കൂടെ നീ കുഴപ്പക്കാരനാടാന്ന് പറഞ്ഞ് അവനെ തകർക്കാൻ നോക്കുമ്പോൾ നമ്മുടെ ദൈവം നേരെ തിരിച്ചാൽ, ആ ദൈവം മനുഷ്യനായിട്ട് ഇവിടെ വെളിപ്പെട്ടതാണല്ലോ യേശു കർത്താവ്. ആ തെറ്റ് പറ്റിയവനെ, അവനെ ആ കുടുക്കിൽ നിന്ന് എടുത്ത് അവനെ തോളിലേറ്റുക. എനിക്ക് തോന്നുന്നത് അതുകൊണ്ടാണ് ഈ പാപ വഴികളിൽ നിന്നൊക്കെ, മദ്യപാനമാകാം, കുഴഞ്ഞ ജീവിതമാകാം, അതിൽ നിന്നൊക്കെ കർത്താവിലേക്ക് വരുമ്പോൾ കർത്താവിൻ്റെ ഒരു പ്രത്യേക സ്പർശവും കൂടുതൽ ദൈവപ്രവൃത്തി നടക്കുന്നത് പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. എന്നാൽ തുടർന്ന് കർത്താവ് അവയ്ക്ക് മുമ്പായി നടക്കുക, അവയെ തന്നെ നടത്തുക. ചിലപ്പം വിശ്വാസികൾക്ക് തോന്നും, ഇപ്പോൾ പഴയ പോലെ ആദ്യം കർത്താവിലേക്ക് വന്ന പോലെ ആ മദ്യപാനം വിട്ട് ആ രോഗസൗഖ്യം പ്രാപിച്ചു വന്നപ്പോൾ എന്ത് കർത്താവ് ഇങ്ങനെ കൂടെ നിൽക്കുന്ന അനുഭവമായിരുന്നു. ഇപ്പോൾ അത് തോന്നുന്നില്ല. ഞാനൊരു കാര്യം പറയാം, നമ്മളെന്നും ഇങ്ങനെ തോളയിലിരുന്ന് പോയാൽ പോരാ, നമ്മൾ തന്നെ നടക്കണം. ഇപ്പം ചിലവൊക്കെ കാണുന്നില്ലെന്നും കൊണ്ട് കർത്താവ് അടുത്തില്ലെന്ന് വിചാരിക്കരുത്, അവൻ മുമ്പേ നടക്കുന്നുണ്ട്. ആ നല്ല ഇടയനെക്കുറിച്ചാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഉണ്ട് നമുക്കൊരു നല്ലിടയൻ. യേശു പട്ടണം തോറും ഗ്രാമം തോറും സഞ്ചരിച്ച് അവരുടെ പള്ളികളിൽ ഉപദേശിച്ച് രാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിക്കുകയും സകലവിധ ദീനവും വ്യാധിയും സൗഖ്യമാക്കുകയും ചെയ്തു. സകലവിധ ദീനവും സകലവിധ വ്യാധിയും സൗഖ്യമാക്കുകയും ചെയ്തു. ഏതൊക്കെ കർത്താവ് സൗഖ്യമാക്കും ഒന്ന് പറയാമോ? സകലവിധ വ്യാധിയും സകലവിധ ദീനവും സൗഖ്യമാക്കുന്ന ഒരു കർത്താവ്. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. എന്നെ കേൾക്കുന്ന ചിലരിങ്ങനെ വിചാരിക്കുന്നുണ്ട്, എൻ്റെ രോഗം സൗഖ്യമാവും, ഇതെത്ര വർഷമായത്, ഡോക്ടർമാർ അങ്ങനെ പറഞ്ഞതല്ലേ ഇങ്ങനെ പറഞ്ഞതല്ലേ. പക്ഷെ വചനം പറയുന്നു സകലവിധ സകലവിധ, എല്ലാവരും പറഞ്ഞേ സകലവിധ രോഗവും
സകലവിധ വ്യാധിയും സൗഖ്യമാക്കുകയും ചെയ്തു. അടുത്ത വാക്യം. അവൻ പുരുഷാരത്തെ ഇടയനില്ലാത്ത ആടുകളെ പോലെ. അവൻ ഈ പലപ്പോഴും രോഗസൗഖ്യ ശുശ്രൂഷയൊക്കെ മനുഷ്യരായ നമ്മളിലൂടെ ഇന്ന് കർത്താവ് ചെയ്യുമ്പോൾ ഒരു 2 പേര് നമ്മുടെ കയ്യാൽ സൗഖ്യമായി കഴിയുമ്പം എൻ്റെ കയ്യാൽ നടന്നു എന്ന് പറയാൻ മാനുഷികമായ ഒരു പ്രേരണ മനുഷ്യരിൽ വരാം. എന്നാൽ ഇവിടെ സൗഖ്യമാക്കി കഴിഞ്ഞപ്പോൾ കണ്ടോ, ഇത്രയും പേര് സൗഖ്യമായില്ലേ എന്ന നിലയിൽ ഇങ്ങനെ തല ഉയർത്തി നിൽക്കുന്ന കർത്താവിനെ അല്ല നമ്മൾ കാണുന്നത്. അത്രയും പേര് വിടുതലായിട്ടും പിന്നെയും വേദനപ്പെടുന്ന സഹനത്തിലായിരിക്കുന്ന ജനങ്ങളോട് മനസ്സലിയുന്നൊരു ഹൃദയത്തെയാണ് നമ്മളിവിടെ കാണുന്നത്. ചേർന്ന് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ. വായിച്ചാട്ടെ. അവരെ കർത്താവ് സൗഖ്യമാക്കുകയും ചെയ്തു. അടുത്ത വാക്യം. അവൻ പുരുഷാരത്തെ ഇടയനില്ലാത്ത ആടുകളെ പോലെ. അവൻ പുരുഷാരത്തെ കണ്ടു. എങ്ങനെ കണ്ടു? ഇടയനില്ലാത്ത ആടുകൾ. ആടുകൾക്ക് എപ്പോഴും ആര് വേണം? ഇടയൻ വേണം. അല്ലെങ്കിൽ ആടുകൾ വഴിതെറ്റിപ്പോവും. ചിലത് കുഴിയിൽപ്പെടും, ചിലത് മുള്ളിനിടയിൽ ചെന്നുപെടും. അതിന് ഒരു ഇടയനില്ലാതെ, ഒരു നായകനില്ലാതെ സഞ്ചരിക്കാൻ കഴിയാത്ത കൂട്ടമാണ് ആടുകൾ. മാനവജാതിക്ക് ദൈവം കൊടുത്ത പേര് തൻ്റെ ആടുകളെന്നാണ്. യഹൂദൻ പാടിയ സങ്കീർത്തനം ഇതാണല്ലോ. ദാവീദ് പാടിയ സങ്കീർത്തനം, യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകുകയില്ല. പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു, സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് അവൻ എന്നെ നടത്തുന്നു, തിരുനാമം നിമിത്തം നീതിപാതകളിൽ എന്നെ നടത്തുന്നു. പ്രൈസ് ദി ലോർഡ്. അവൻ്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. കൂരിരുൾ താഴ്വരകളിൽ കൂടെ നടന്നാലും ഞാൻ ഒരനർത്ഥവും ഭയപ്പെടുകയില്ല. നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നല്ലോ. എൻ്റെ പാനപാത്രം നിറഞ്ഞ് കവിയും. ഞാൻ കർത്താവിൻ്റെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. 23-ാം സങ്കീർത്തനം അറിയാത്ത യഹൂദന്മാരില്ല, ക്രൈസ്തവരില്ല, ദൈവത്തിൻ്റെ മക്കളെ. എന്നാൽ യഹൂദൻ നാളുകളായിട്ട് ഇത് പാടിയെങ്കിലും ഇതാ ഇടയൻ മനുഷ്യരൂപത്തിൽ ഇവിടെ ഇറങ്ങി വന്നു. യഹോവയാണ് ഇടയൻ, സത്യദൈവമാണ് ഇടയൻ, ഞങ്ങളുടെ സൃഷ്ടിതാം ദൈവമാണ് ഇടയൻ എന്ന് പറഞ്ഞെങ്കിൽ ഇതാ മനുഷ്യരൂപത്തിൽ ഇടയൻ ഇറങ്ങി വന്നു. മാനവജാതിയെ നടത്താൻ കഴിയുന്ന, സൗഖ്യമാക്കാൻ കഴിയുന്ന, രക്ഷിക്കാൻ കഴിയുന്ന ദൈവം തമ്പുരാൻ ഇറങ്ങി വന്നവൻ്റെ പേരത്ര യേശു. കർത്താവ് വന്നപ്പോൾ ഇങ്ങനെ പറഞ്ഞു, ഞാൻ നല്ല ഇടയൻ ആകുന്നു. നൂറ്റാണ്ടുകളായി ഇടയൻ്റെ സങ്കീർത്തനം നിങ്ങൾ പറഞ്ഞില്ലേ? എന്നാൽ ആ ഇടയൻ ഇതാ വന്നിരിക്കുന്നു. അവർ വന്നപ്പോൾ കണ്ടത് എന്താണെന്നറിയാമോ? ഈ ഇടയൻ ഒരു രാഷ്ട്രീയമായിട്ട് ജനങ്ങളെ കൊണ്ടുപോവുകയല്ല. ഈ ഇടയൻ ജനങ്ങളെ തൻ്റെ താല്പര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുകയല്ല. മറിച്ച് ഈ ഇടയൻ, ഞാൻ നല്ല ഇടയനാകുന്നു. നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ വെച്ചു കൊടുക്കും. ആടുകളുടെ രക്തം ചൊരിയല്ല, പിന്നെ തൻ്റെ ജീവനെ ആടുകൾക്ക് വേണ്ടി വെച്ചു കൊടുക്കും. ഈ ഇടയൻ്റെ ആടുകൾ, കർത്താവ് പറയാ, ഇടയൻ ഞാൻ അവയെ പേർ ചൊല്ലി വിളിക്കും. ഇന്ന് ഈ ഓഡിറ്റോറിയത്തിൻ്റെ മുമ്പിലത്തെ നിരയിലിരിക്കുന്നവരും അങ്ങ് പുറകിലിരിക്കുന്ന വ്യക്തിയെയും പേര് പോലും അറിയാവുന്ന ഒരു നല്ല കർത്താവ് ഇവിടെ വന്നിട്ടുള്ളതിനായി ഞാൻ കർത്താവിനെ സ്തുതിക്കാം. ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരുടെയും പേര് എനിക്കറിയില്ല. പരിശുദ്ധാത്മാവി അറിയാവുന്ന ഇടയൻ എനിക്ക് വെളിപ്പെടുത്തിയാൽ ചില പേരുകൾ ഞാൻ വിളിച്ചു പറയാം. എന്നാൽ വിളിച്ച് ഞാൻ പറഞ്ഞാലും ഇല്ലെങ്കിലും ഇന്നിവിടെ വന്നവർ എവിടുന്ന് വന്നു, എന്തിനു വന്നു എന്നറിയാവുന്ന ഒരു നല്ല ഇടയൻ. സക്കായി എന്ന് പറയുന്ന ചുങ്കക്കാരൻ, അന്നത്തെ കാലത്തെ ഏറ്റവും മഹാപാപി. ഒരു ചുങ്കക്കാരൻ തീമെന്നറിയാമോ? ഒരു ദേശത്തിൻ്റെ ചുങ്കം പിരിവ് ആ റോമൻ ഗവർണറോട് ഒരു പൈസ കൊടുത്ത് ലേലത്തിന് പിടിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ ചന്തയും ടോളും ഒക്കെ പിടിച്ചെടുക്കുന്നത് പോലെ ഒരു വർഷത്തേക്കൊരു തുക കൊടുത്ത് ചുങ്കക്കാർ അതെടുക്കുകയാണ്, ആ ചുങ്കം പിരിവ്. എന്നിട്ട് പിന്നെ തനിക്ക് തോന്നിയ പോലെ പിരിക്കുകയാണ്. അങ്ങനെ അധാർമികത കാണിച്ച് അങ്ങനെ മനുഷ്യനെ കൈയിട്ട് വാരിയ ചുങ്കക്കാരെ നാട്ടുകാർ വെറുത്തിരുന്നു. എന്നാൽ ഇന്ന് പകൽ ഞാൻ പറയട്ടെ, അവരെയും സ്നേഹിച്ച ഒരു നാഥനെ പറയാനാണ് ഞാനിവിടെ വന്നത്. നമ്മൾ ചുങ്കക്കാരെ വെറുക്കും, പക്ഷെ സൃഷ്ടിതാവായ കർത്താവിന് അവനെ വെറുക്കാൻ ഒക്കത്തില്ല. അതുകൊണ്ട് തന്നെ യേശു വെളിപ്പെടുത്തി, സൃഷ്ടിച്ച കർത്താവ് ഞാൻ തന്നെ ആണെന്ന് തെളിവായിക്കൊണ്ട് അവൻ പാപികളെയും സ്നേഹിച്ചു. ഹല്ലേലൂയ. ആ സക്കായി മരത്തിൽ കയറിയിരുന്നു. താൻ നീളമില്ലാത്തവനായാൽ യേശുവിനെ കാണുവാൻ മരത്തിൽ കയറിയിരുന്നു. നമ്മൾ വായിക്കുന്നു, ആദ്യമായിട്ട് ഇവർ തമ്മിൽ കാണുന്നത്. ആ മരത്തിൻ്റെ കീഴിൽ ചെന്ന് സക്കായിയെ നീ വേഗം ഇറങ്ങി വാ എന്ന് പറഞ്ഞവൻ ഇന്ന് പേർ ചൊല്ലി വിളിക്കുകയാണ്. സക്കായിയെ എന്ന് വിളിച്ചവൻ പേർ ചൊല്ലി വിളിക്കുകയാണ്. സക്കായിയെ എന്ന് വിളിച്ചവൻ ഇന്ന് ഓരോരുത്തരുടെയും പേർ ചൊല്ലി വിളിക്കുകയാണ്. നമ്മുടെ സൃഷ്ടിതാവ് പേർ ചൊല്ലി വിളിക്കുകയാണ്. കരങ്ങൾ തട്ടി നമുക്ക് കർത്താവിനെ സ്തുതിക്കാം.
നമ്മളെ മുന്നമേ അറിയാവുന്ന ഒരു കർത്താവ്. ഫിലിപ്പോസ് ചെന്ന് നഥനയേലിനെ കൂട്ടിക്കൊണ്ടുവന്നു. നഥനയേൽ ആദ്യം പറഞ്ഞു, ഓ നീ നസറേത്തുകാരന് ക്രിസ്തു എന്നാണോ പറയുന്നത്? നസറേത്തിൽ നിന്ന് ഒരു നന്മയും വരത്തില്ലെന്നൊക്കെ പറഞ്ഞ് ഫിലിപ്പോസിനോട് എതിർത്തപ്പോൾ ഫിലിപ്പോസ് പറഞ്ഞു, ആ ക്രിസ്തുവിനെ ഒന്ന് വന്ന് കണ്ടേ എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് വരുമ്പോൾ ദൂരെ നിന്ന് വരുന്നത് കണ്ടപ്പോൾ അവനെ നോക്കിക്കൊണ്ട്, ആ നഥനയേലിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു, ഇവൻ സാക്ഷാൽ ഇസ്രായേല്യൻ, ഇവനിൽ വാസ്തവത്തിൽ കാപട്യമില്ലാത്തവന്. ഇന്നിവിടെ വന്നവരുടെ മനസ്സും മനസാക്ഷിയും അറിയുന്ന ഒരു നല്ല കർത്താവിനെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുക. ഓ, ഒരുപക്ഷെ ലോകത്തിന് നിന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ലായിരിക്കും, ഈ ഇടയന് മനസ്സിലാക്കാൻ കഴിയും. കർത്താവ് പറഞ്ഞു, ഞാൻ നല്ല ഇടയനാണ്, എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു, ഞാൻ അവയ്ക്ക് മുമ്പായി നടക്കുന്നു, ഞാൻ അവരെ പേർ ചൊല്ലി വിളിക്കുന്നു, അവ അകത്തു വരികയും പുറത്തു പോവുകയും മേച്ചിൽ കണ്ട് എത്തുകയും ചെയ്യും. ദൈവത്തിൻ്റെ മക്കള്, ഈ ഇടയൻ്റെ പ്രത്യേകത തൻ്റെ താല്പര്യങ്ങൾക്ക് വേണ്ടി അല്ല പുരുഷാരത്തെ കാണുന്നത്, പുരുഷാരത്തിന് വേണ്ടി തന്നെ വിട്ടുകൊടുക്കുകയാണ്. അതാണ് യഥാർത്ഥ നേതാവ്, അതാണ് യഥാർത്ഥ നായകൻ, അതാണ് യഥാർത്ഥ ഇടയൻ. ആടിൻ്റെ ചോര ഊറ്റി കുടിക്കുന്നവനല്ല, ആടിൻ്റെ മാംസം താൻ ഭക്ഷിക്കാൻ വേണ്ടി അവയെ വളർത്തുന്നവനല്ല, മറിച്ച് തൻ്റെ ജീവൻ അവർക്ക് വേണ്ടി വിട്ടുകൊടുത്ത ഒരൊറ്റ ഇടയനെ ഈ ലോകത്തിൽ വന്നിട്ടുള്ളൂ. അവൻ്റെ പേരത്ര യേശു. ദൈവത്തിൻ്റെ പൈതലെ, വീണ്ടും ഞാൻ ഉറപ്പിച്ചു പറയട്ടെ, നിന്റെ തെറ്റുകൾ കണ്ടതിനെ ശിക്ഷിക്കാനല്ല, തെറ്റുകൾ വന്ന നിന്നെയും തൻ്റെ സ്നേഹം കൊണ്ട് രക്ഷിപ്പാൻ, ആ തെറ്റുകൾ നിന്നെയും എന്നെയും കൊണ്ട് ചെയ്യിക്കുന്ന പാപത്തിൻ്റെ അടിവേരിനെ പൊട്ടിച്ച് നമ്മളെ അതിൽ നിന്ന് സ്വതന്ത്രനാക്കാൻ വന്ന ഈ നല്ല കർത്താവിനെ കരങ്ങൾ തട്ടി വായി തുറന്ന് സ്തുതിക്കുക. നമ്മളിങ്ങനെ വായിക്കുന്നു, അവൻ പുരുഷാരത്തെ കണ്ടു. എങ്ങനെ കണ്ടു? ഇടയനില്ലാതെ കഷ്ടപ്പെടുന്ന ആടുകളെ പോലെ കണ്ടു. സ്തോത്രം. ഞാൻ അവയ്ക്ക് ഇടയനാകണം, ഞാൻ അവയ്ക്ക് ജീവൻ കൊടുക്കണം. അവ വഴിതെറ്റിപ്പൊക്കൊണ്ടിരിക്കുക. ഇന്ന് കർത്താവ് ഇവിടെ വന്ന് എന്തിനാന്ന് നിങ്ങളുടെ അറിയാം? രോഗി സൗഖ്യമാകുക മാത്രമല്ല, ബന്ധനങ്ങൾ അഴിയുക മാത്രമല്ല, നല്ലതാണെന്ന് വിചാരിച്ച് ചില വഴിയെ പൊക്കൊണ്ടിരിക്കുക, ചില വഴി പോയി അബദ്ധം പണഞ്ഞിരിക്കുക. നമ്മുടെ കർത്താവ് അതിനെ തോളിലേറ്റി. ഒരു മനുഷ്യന് 100 ആടുണ്ടായിരുന്നു, അതിലൊന്നെന്ത് ചെയ്തു? തെറ്റിപ്പോയി. യേശു പാപികളുടെ ഇടയിൽ സഞ്ചരിച്ചപ്പോൾ യഹൂദന്മാരായ മതമേലാളന്മാർക്ക് ഒട്ടും പിടിച്ചില്ല. ഞങ്ങൾ വലിയ ആത്മീയരാണെന്ന് ചിന്തിച്ച മതമേലധ്യക്ഷന്മാരായ പരീശന്മാരും സാദൂക്യരും പരീശന്മാരും പുരോഹിതരും യേശുവിനെ വിമർശിച്ചു. ഇവൻ നല്ല ഗുരുവാണെങ്കിൽ ഈ പാപികളുടെ കൂടെ പോവോ? കുഴപ്പക്കാരുടെ കൂടെ ഇവൻ ഭക്ഷിക്കാൻ പോവുമോ എന്ന് ചോദിച്ചപ്പോൾ യേശു അവരോട് പറഞ്ഞ ഉപമയാ ലൂക്കോസ് 15 നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, ഒരു മനുഷ്യന് 100 ആടുണ്ടെന്നിരിക്കട്ടെ, അതിലൊന്ന് തെറ്റിപ്പോയാൽ ആ ഇടയന് ആ തെറ്റിപ്പോകാത്തതിനെ കുറിച്ചല്ലല്ലോ ചിന്ത, തെറ്റിപ്പോയതിനെ കുറിച്ചല്ലേ. ഈ ചുങ്കക്കാരും പാപികളുമായി ഞാൻ ഇവിടെ ഇരിക്കുമ്പോൾ ഞാൻ അതാ ചെയ്യുന്നത്. നിങ്ങളുടെ നോട്ടത്തിൽ ഇവർ തെറ്റിപ്പോയവരാ, എൻ്റെ നോട്ടത്തിൽ അഴലുന്ന ആടുകളാ. ചിലർ പണത്തിൻ്റെ പുറകെ പോയി തെറ്റിപ്പോയിരിക്കുന്നു, ചിലർ ജഡിക കാമങ്ങളുടെ പുറകെ പോയി തെറ്റിപ്പോയിരിക്കുന്നു, ചിലർ ബിസിനസ്സിൽ മണ്ടത്തരങ്ങൾ പറ്റി ഉഴന്നു പോയിരിക്കുന്നു. നമുക്കൊക്കെ കൈകൊട്ടിച്ചിരിക്കാം, ഇടയന് കൈകൊട്ടിച്ചിരിക്കാൻ ഒക്കത്തില്ല. അവൻ്റെ പുറകെ ചെന്ന് അവനെ തോളിലേറ്റി അതിൻ്റെ ഒടിഞ്ഞ കാലും കൈയും വെച്ച് കെട്ടി അതിനെ കൂടെ നടത്തി. എന്നിട്ട് അങ്ങനെ അങ്ങ് വിടത്തില്ല, അവൻ അവയ്ക്ക് മുമ്പായി നടക്കും. അവൻ അവയ്ക്ക് മുമ്പായി നടക്കും. നിങ്ങൾക്കറിയാമോ ഈ ആടുകളൊക്കെ തെറ്റിപ്പോയത് എങ്ങനെയാണെന്നറിയാമോ? അവർ മേച്ചിൽപ്പുറം നോക്കി പോയതാ, അവരവരുടെ ജഡിക താല്പര്യങ്ങൾ നിവർത്തിക്കാൻ പോയതാ. പക്ഷെ ഇടയനില്ലായിരുന്നു. നമ്മളൊക്കെ ഇതുപോലെ നമ്മുടെ ജഡം പറഞ്ഞതിൻ്റെ പുറകെ, നമ്മുടെ വാശിയുടെ പുറകെ പോയി ചിലർ പരാജയപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ വയർ വിശന്നപ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ ചെയ്തു. യെസ്, മനുഷ്യൻ ചെയ്തു പോവും. ഇടയൻ വേണം. അടുത്തിരിക്കുന്ന ആൾ പറഞ്ഞിട്ട്, ജഡമല്ല നമ്മളെ നയിക്കേണ്ടത്, നമ്മുടെ വാശിയല്ല നമ്മളെ നയിക്കേണ്ടത്, നമ്മുടെ അത്യാഗ്രഹമല്ല നമ്മളെ നയിക്കേണ്ടത്, നമ്മുടെ നിരാശ അല്ല നമ്മളെ നയിക്കേണ്ടത്. ചെല്ലു പറഞ്ഞ് ഞാൻ ജീവിക്കുന്നില്ല, ഞാൻ ചാകാൻ പോവാ. പിശാച് അവനോട് പറഞ്ഞു കൊടുത്തു, നീ തൂങ്ങിച്ചത്തു. മനസ്സവനോട് പറഞ്ഞു കൊടുത്തു, നിന്റെ ജീവിതം അവസാനിപ്പിച്ചു. നമുക്ക് ഇടയൻ വേണം. ഇടയൻ വേണമോ വേണ്ടയോ? എത്ര പേര് പറയുന്നു എനിക്കൊരു ഇടയനില്ലാതെ പറ്റത്തില്ല? Holy Spirit, thou art welcome in this place.
in this place. Thou art welcome in this place. തോമസുട്ടറെ, ഈ സൂസമ്മ എന്ന് പറയുന്ന ഈ അമ്മച്ചി ഇന്നിവിടെ പ്രാർത്ഥനയ്ക്ക് വരുമ്പോൾ ഈ വലത് സൈഡിലെ ചെവിയും ഇടത് സൈഡിലെ കണ്ണിനും പ്രശ്നമായിരുന്നു. ചെവി കേൾക്കത്തില്ലായിരുന്നു വർഷങ്ങളായിട്ട്. കണ്ണിന് കാഴ്ച കുറവായിരുന്നു അമ്മച്ചി പറഞ്ഞത്. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ കർത്താവ് പൂർണ്ണ വിടുതൽ കൊടുത്തു. ഇപ്പോൾ വലത് ചെവി നന്നായിട്ട് കേൾക്കുകയും ചെയ്യാം, കാണുകയും ചെയ്യാം. ഏതാണ്ട് ഇതിനകത്ത് കരിഞ്ചെല്ല് കയറി പോയതായിരുന്നു. 3 വർഷമായി. എന്നെ എല്ലാവരും പൊട്ടിന്ന് വിളിക്കുമായിരുന്നു, പൊട്ടി അമ്മാമ്മയെന്ന് വിളിക്കുമായിരുന്നു. അന്നേരം ഞാൻ ഒന്നും പറയത്തില്ല. പിന്നെ ഇങ്ങനെ കഴിഞ്ഞപ്പം പിന്നെ ഇപ്പം എനിക്ക് ചെവിയിൽ നിന്ന് എന്തോ ഇറങ്ങിപ്പോയി, ഇപ്പം കേൾക്കാം. ഇനിയിപ്പോൾ എന്നെ അമ്മാമ്മയെന്ന് വിളിക്കുമെന്നാ ഞാൻ ഓർക്കുന്നത്. ഹല്ലേലൂയ. പൊട്ടിയ അമ്മാമ്മയെന്ന് വിളിച്ചു. ഇനിയിപ്പം എന്തോ വിളിക്കുമോ, എന്തോ ആണോ? കർത്താവ് എന്തോ എൻ്റെ പ്രിയ മകളെ എന്നാ കർത്താവ് വിളിക്കുന്നത് കേട്ടോ. കണ്ണിൻ്റെ കാര്യം, കണ്ണിൻ്റെ അത് കുറേ കൊല്ലത്തിന് മുമ്പേ ഡോക്ടർ ടെസ്റ്റ് ചെയ്തിട്ട് പറഞ്ഞായിരുന്നു ഇതിന് ഷുഗർ കാരണം പോയിന്റ് കുറഞ്ഞു വരുവാന്ന്. കണ്ണിന് എന്തായിരുന്നു പ്രശ്നം? കാഴ്ച കുറയുന്നുണ്ടായിരുന്നു? ഇല്ല, കാണത്തില്ല, അക്ഷരം കാണത്തില്ല. ഈ കണ്ണ് മാത്രം, ഇത് കാണാം. ഈ ഒരു കണ്ണിൻ്റെ അക്ഷരം, ആളെയൊക്കെ ദൂരെ നിന്നാൽ കാണത്തില്ലായിരുന്നു. ഇപ്പൊ കാണാം എല്ലാവരും അവിടെ. അതാ ഞാൻ പിള്ളേരെയൊക്കെ നോക്കുന്ന, കാണാമോന്നോ. അടിച്ച് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. തോമസുട്ടറെ, 2 വർഷമായിട്ട് ഈ പിതാവിൻ്റെ 2 ഷോൾഡറും തേയ്മാനമായിരുന്നു. അങ്ങനെ ഹോസ്പിറ്റലിൽ കാണിച്ചു. ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് കർത്താവ് സൗഖ്യം കൊടുത്തു. ഈ കരങ്ങൾ മേളിലോട്ട് ഉയർത്താൻ കഴിയും. പൊക്കാൻ മേലായിരുന്നോ? എനിക്ക് എൻ്റെ ഈ കൈ ഉയർത്താൻ, കൈയടിക്കുമ്പോൾ ഒക്കത്തില്ലായിരുന്നു. കൈ ഇപ്പോൾ ഉയർത്താം. വേദന കുറഞ്ഞു. അതുപോലെ തന്നെ കണ്ണിൻ്റെ ഈ കണ്ണിന് കാഴ്ച കുറവായിരുന്നു. ഇപ്പോൾ കാഴ്ചയും കിട്ടിയിട്ടുണ്ട്. കൈക്ക് തേയ്മാനമാണെന്ന് ഡോക്ടർ പറഞ്ഞു. തേയ്മാനം, കഴുത്തല് തേയുക. കഴുത്ത് തെല്ല് തേഞ്ഞ് ഈ ഷോൾഡർ രണ്ടും തേഞ്ഞ് ഈ ഭയങ്കര ഇതായിരുന്നു. ഇത് വീട്ടുകാർ വേണമായിരുന്നു എന്തെങ്കിലും നമുക്ക് എടുത്തു തരണം, ഒരു ഗ്ലാസ് വെള്ളം എടുത്തു തരേണ്ടി ഒരു 2 കൊല്ലം കൊണ്ട്. അങ്ങനെയായിരുന്നു. ഇപ്പം ഒരു 1.5 കൊല്ലം കൊണ്ട് അത് ഇപ്പം ആ മരുന്ന് കഴിച്ചത് കുറഞ്ഞു. ഇങ്ങനെ കൈ ഉയർത്തിയൊക്കെ ചെയ്യാം. പക്ഷേ എങ്കിൽ നമുക്ക് ബലത്തെ ഒരു വലിയ വെയിറ്റ് എടുക്കാൻ പോകുന്നില്ലായിരുന്നു. എന്നാൽ ഇപ്പം ഈ കൈക്ക് വേദനയില്ല. ഈ തോളുണ്ട്, സൗഖ്യമായി. ഈ തോളിന് സൗഖ്യം. ഏത് ഡോക്ടറാ പറഞ്ഞ ഇങ്ങനെ തേഞ്ഞതാന്ന്? സുനിൽ ലത്തീഫ്, ഗവൺമെന്റ് ഡോക്ടർ പറഞ്ഞത് തേഞ്ഞു പോയതാന്ന് പറഞ്ഞു. അത് എക്സ്റേ എടുത്തിട്ടുണ്ടായിരുന്നു. എക്സ്റേ എടുത്ത ഈ കഴുത്തിന്റെ ഇത് കൊണ്ടിട്ട് കൈ 2 ഒന്ന് പൊക്കിക്കേ, ഞാൻ കാണും നല്ലപോലെ താത്തേ. ഇപ്പൊ എങ്ങനുണ്ട്? ഇപ്പം വേദനയില്ല. വേദനയില്ല. കൈ പൊക്കുകയും ചെയ്യാം. വേദനയില്ല. പ്രാർത്ഥിക്കുന്ന സമയത്ത് ഈ കൈ ഉയർത്തി ഹല്ലേലൂയ പറയുകയും ചെയ്യും ദൈവത്തിന്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? അവിടെ ഒരു സൃഷ്ടിപ്പ് കർത്താവ് ചെയ്തു. തേഞ്ഞു പോയത് കർത്താവ് സൃഷ്ടിച്ചു കൊടുത്തതിനായി കരമടിച്ച് കർത്താവിനെ സ്തുതിക്കാം. തോമസ് കുട്ടി ബ്രദർ, ഈ അമ്മച്ചിയുടെ ഈ കാലിൻ്റെ എളി മുതൽ പാദം വരെ ഏതാണ്ട് 9 വർഷമായിട്ട് ശക്തമായ വേദനയുമായിട്ടാണ് ഇന്ന് മീറ്റിങ്ങിന് വന്നത്. അതുപോലെ തന്നെ വലത് കൈ ഉയർത്താനും ബുദ്ധിമുട്ടായിരുന്നു, ശക്തമായ വേദനയായിരുന്നു. എന്നാൽ ഈ പ്രാർത്ഥനയുടെ മധ്യത്തിൽ വെച്ച് ഇത് രണ്ടും കർത്താവ് സൗഖ്യമാക്കി. കരമടിച്ച് കർത്താവിനെ സ്തുതിക്കാം. അപ്പോൾ തന്നെ ഇതിൻ്റെ നെഞ്ചിൻ്റെ ഈ സൈഡിൽ 2 വർഷമായിട്ട് ഒരു മുഴയുണ്ടായിരുന്നു. ഇപ്പോൾ ആ മുഴ കാണാനില്ല. മുഴ 2 വർഷം കൊണ്ട് ഇവിടെ ഇരിക്കുമായിരുന്നു. ഞാനിവിടെ വിളിച്ചു പറഞ്ഞായിരുന്നല്ലോ, ഇടത്തുവശത്ത് ഈ ഭാഗത്തായിട്ട് മുഴയുള്ള ആരുടെയോ പോകുന്നെന്ന് അല്ലേ? ശ്രദ്ധിക്കുക, സൗഖ്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. ഞാനിവിടെ നിർത്തുകയല്ല. ആരുടെയോ ഈ മാറിനും കക്ഷത്തിനും ആ ഇടയിലായി ഒരു മുഴ ഇപ്പോൾ തന്നെ അപ്രത്യക്ഷമായിട്ടുണ്ട്. ആരുടെയാന്ന് ചെക്ക് ചെയ്യണം. മാറിയിട്ടുണ്ട്, സൗഖ്യമായിട്ടുണ്ട്. ഇപ്പോൾ മുഴ അതങ്ങ് കാണുന്നില്ല. ഹലോ, ഒരു മുഴ ഇവിടുന്ന് കാണാതെ പോയിട്ടുണ്ട്. ആരും കയറി പിടിക്കരുത്. അതുവഴി അങ്ങ് പൊക്കോട്ട്. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. തൊട്ടാൽ നന്നായിട്ട് അറിയാമായിരുന്നോ? അറിയാമായിരുന്നു. അത് കൂടാതെ വേദനയും മാറി. വേദന 9 വർഷം കൊണ്ട് ഈ കാലിന് വേദന. തേരിയൊന്നും കയറാൻ വയ്യ, വലിയ നടക്കാനൊന്നും വയ്യായിരുന്നു. ആരാധനയ്ക്കൊക്കെ പോകുമ്പോൾ എഴുന്നേറ്റ് നിന്ന് ആരാധിക്കാനൊന്നും വയ്യ. കാലിന് വേദന, ഉപ്പിറ്റ് മുതൽ ഉള്ളം കാല് മുതൽ 7 വരെ വേദനയാണ്. ഇപ്പം ആ വേദന മാറി. ഇപ്പൊ എന്തോ സംഭവിച്ചേ? അമ്മച്ചി തന്നെ കൈവച്ചോ? ഞാൻ തന്നെ കൈവച്ച് ഇവിടെ പറഞ്ഞപ്പോൾ കൈവച്ച് പ്രാർത്ഥിച്ചു. ഇപ്പൊ വേദന ഒട്ടുമില്ല. ഇല്ല. ആ സ്റ്റെപ്പ് ഒന്ന് കയറി നോക്കിയാൽ ഞാനൊന്ന് കാണത്തെ എങ്ങനെ ഉണ്ടെന്ന്. ഒന്ന് കരമടിച്ചൊന്ന് കർത്താവിനെ സ്തുതിച്ച്. എന്തൊരു അത്ഭുത കർത്താവ് ചെയ്തിരിക്കുന്നത്, എന്തൊരു അത്ഭുതമാണ് കർത്താവ് ചെയ്തിരിക്കുന്നത്. കയറിയിട്ട് എങ്ങനെ ഉണ്ട്? കയറിയിട്ട് കുഴപ്പമില്ല. ഇല്ല.
ഇന്ന് എന്നെ കേൾക്കുന്ന ഓരോരുത്തരോട് ഞാൻ ചോദിക്കട്ടെ, എത്ര പേർ ഇന്ന് യേശുവിനെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഇടയനാകാൻ സമ്മതിക്കും? യേശു കർത്താവിൻ്റെ മാത്രം ഒരു വലിയ പ്രത്യേകത, കർത്താവ് ആരെയും നിർബന്ധിക്കത്തില്ല. അല്ലെങ്കിൽ നമ്മുടെ അനുവാദം കൂടാതെ നമ്മളെ പിടിച്ച് ശിഷ്യരാക്കുവോ, നമ്മളെ പിടിച്ച് ഇങ്ങോട്ട് വാടാ എൻ്റെ വഴി നടക്കുക, അങ്ങനെ കർത്താവ് ആരെയും ചെയ്യത്തില്ല. മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ തന്നെ കർത്താവ് നമുക്കൊരു ഫ്രീ വിൽ, സ്വതന്ത്രമായ ഇച്ഛാശക്തി തന്നു. നന്മയോ തിന്മയോ ഏതും തിരഞ്ഞെടുക്കാം. നമ്മൾ തിരുവചനത്തിൽ പലയിടത്തും കാണുന്നതാണ്, അനുഗ്രഹവും ശാപവും നിൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു, നിനക്ക് തിരഞ്ഞെടുക്കാം. ജീവൻ്റെ വൃക്ഷഫലവും മരണത്തിൻ്റെ അല്ലെങ്കിൽ അറിവിൻ്റെ വൃക്ഷഫലവും ഇവിടെയുണ്ട്. യു ക്യാൻ ചൂസ്. അങ്ങനെ കർത്താവ് ക്രൂശിൽ മരിച്ചു, രക്ഷയുടെ സുവിശേഷം ലോകത്തിലെല്ലാം കൊടുക്കുമ്പോൾ വെളിപ്പാട് പുസ്തകത്തിൽ ഇങ്ങനെ വായിക്കുന്നത്, ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. ഈ സുവിശേഷം ഒരു മുട്ടിവിളി കൂടിയാണ്. ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ, കർത്താവ് ഇടിച്ചു കയറത്തില്ല, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അകത്ത് വരും. നല്ലിടയൻ്റെ യേശുക്രിസ്തു തന്നെ നല്ല ഇടയനാണെന്ന് യോഹന്നാൻ്റെ സുവിശേഷം 10 പറയുമ്പോൾ ആ കർത്താവ് തുടർന്ന് പറയുകയാണ്, എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു. അതുപോലെ തന്നെ സ്വയം കർത്താവ് പറയുകയാണ്, വാതിലിലൂടെ കടക്കുന്നവനോ ഇടയനാ എന്ന് പറഞ്ഞ അനുവാദത്തോടെ അകത്ത് വരുന്നവനാ ഇടയൻ. എന്നാൽ കള്ളൻ വരുന്നത് മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനുമാണ്, വേറെ വഴിയായി കടക്കുന്നു. നമ്മുടെ അനുവാദം ചോദിച്ചിട്ടല്ല പിശാചിനെക്കുറിച്ച് പറഞ്ഞത്. നമ്മൾ പോലും അറിയാതെ നല്ല കാര്യമാണെന്നുകൊണ്ട് ചില കാര്യത്തിന് പോകും, നമ്മൾ കുടുങ്ങും. ചിലപ്പോൾ നമ്മുടെ ഒരു സുഹൃത്തായിരിക്കും, ഈ ഒരു പെഗ്ഗിൽ ഒന്ന് കഴിച്ചാൽ എന്നാ കുഴപ്പം, പക്ഷേ ഒരു പെഗ്ഗിൽ തുടങ്ങി ജീവിതം മുഴുവൻ തകർത്ത വ്യക്തി ആ മദ്യപാനത്തിൻ്റെ ചെറിയ ഒരു കാര്യത്തിലൂടെ ഒരു ദുഷ്ടശക്തി ആ വ്യക്തിയിൽ കടന്നു കയറി വേറെ വഴിയായി, നേരെ ചൊവ്വയല്ലാതെ. അതുകൊണ്ട് ഞാൻ വീണ്ടും പറയട്ടെ, യേശുക്രിസ്തുവിനെ നിർബന്ധിച്ച് ആരെയും ഒരു പരിവർത്തനം ചെയ്യുന്ന പരിപാടിയില്ല. ഹൃദയം തുറന്ന് കർത്താവേ എൻ്റെ ജീവിതത്തിലേക്ക് വരണമേ എന്ന് പറഞ്ഞാൽ ഈ ഇടയൻ തുടർന്നുള്ള നമ്മുടെ ജീവിതത്തെ നടത്തും. ഈ ഇടയൻ നടത്തുമ്പോഴുള്ള ഗുണം, ഞാൻ ആടുകളെ പേർ ചൊല്ലി വിളിക്കും, ഞാൻ അവയ്ക്ക് മുമ്പായി നടക്കും, അവ എൻ്റെ പിന്നെ വരും, അവ മേച്ചിൽ കണ്ടെത്തുകയും ചെയ്യും. 23-ാം സങ്കീർത്തനത്തിൽ ക്രിസ്തുവിന് മുമ്പ് നല്ല ഇടയനെക്കുറിച്ച് പറഞ്ഞതല്ല, യേശുവിനെക്കുറിച്ചായിരുന്നു. കർത്താവിൻ്റെ ഇടയനാ, എനിക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകുകയില്ല, പച്ചയായ പുൽപ്പുറങ്ങൾ എന്നെ കിടത്തും, സ്വസ്ഥതയുള്ള വെള്ളത്തിന് അരികത്തേക്ക് എന്നെ നടത്തും, കൂരിൽ താഴ്വൽ കൂടെ പോയാലും എനിക്ക് പേടിക്കേണ്ട ആവശ്യമില്ല, ഇടയൻ എൻ്റെ കൂടെയുണ്ട്, നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലം മുഴുവൻ എന്നെ പിന്തുടരും. അങ്ങനൊരു ജീവിതം നമുക്ക് വേണ്ടേ? നമ്മുടെ ബുദ്ധിയൊക്കെ മാറ്റിവെച്ച് യേശുവിനെ നമുക്ക് രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കാം. എന്നെ കേൾക്കുന്നവരിൽ ആരെങ്കിലും കർത്താവിന് അങ്ങനെ ജീവിതം വിട്ടുകൊടുത്തിട്ടില്ലെങ്കിൽ, യേശുവേ എൻ്റെ ഹൃദയത്തിലേക്ക് വരണമേ, ഇന്നു മുതൽ കർത്താവിന് വേണ്ടി ഞാൻ ജീവിക്കും, എൻ്റെ ആത്മാവിൻ്റെ ഇടയനായി എന്നെ വഴി നടത്തണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ തന്നെ ഇപ്പോൾ രോഗികൾ സൗഖ്യമാകും, ഏത് വിഷയങ്ങളാണോ അതിനും വിടുതലാവും. പ്രാർത്ഥിക്കാം. പിതാവേ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. നല്ല കർത്താവേ, ഇപ്പോൾ തന്നെ നല്ലിടയനായ യേശുവേ, എൻ്റെ മക്കളെ തൊട്ട് സൗഖ്യമാക്കണമേ. ഏത് രോഗമോ പ്രയാസമോ ആണോ, ആ ഇടയൻ്റെ കരങ്ങൾ മക്കളെ തൊട്ട് സൗഖ്യമാക്കണമേ. ശരീരത്തിലെ വേദനകൾ, അസ്വസ്ഥതകൾ, ആശങ്കകൾ മുഴുവൻ വിട്ടുമാറട്ടെ. സമാധാനവും ശാന്തിയും ഹൃദയങ്ങളിൽ ഉണ്ടാകട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുക. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളും വിടുതലാകട്ടെ. കർത്താവിനെ ജീവിതത്തിൻ്റെ ഇടയനാക്കി ഒരു പുതിയ ജീവിതം നയിക്കുവാൻ സഹായിക്കണം. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. ഈ കർത്താവായ യേശു എന്ന നല്ലിടയൻ്റെ കയ്യിൽ ജീവിതം കൊടുക്കുക. ഈ ലോകത്തിൽ ജയകരമായൊരു ജീവിതവും നിത്യജീവനും ഉറപ്പാണ്. സോ അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. ഐ ബ്ലസ് യു ഇൻ ജീസസ് നെയിം. ആമേൻ. 2016 യേശു കൊടുത്ത സ്വർഗീയ വിരുന്ന് പുതുവത്സര ശുശ്രൂഷ കോട്ടയം നെഹ്റു സ്റ്റേഡിയത്തിൽ ഡിസംബർ 31 വൈകിട്ട് 6 മണി മുതൽ. പുതുവത്സര സന്ദേശം, അത്ഭുത സാക്ഷ്യങ്ങൾ, പ്രാർത്ഥിക്കുക, പങ്കാളിയാകുക. 2016 യേശു കൊടുത്ത് हमको सिखाए प्रेम की परिभाषा।
जिंदगी का राजकुमार है तू चरण